നമസ്കാരം. ഇന്ന് നമ്മുടെ കേരളം പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒത്തിരി തവണ ടി വിയിൽ കണ്ട ആ അതുല്യനായ ആ പ്രതിഭാശാലിയായ MLA പറ്റിയാണ്. അപ്പോൾ ഇന്നലത്തെ ദിവസം 24 ഒരു ന്യൂസ് ഇൻ്റർവ്യൂ ഉണ്ടായി. അതായത് രാഹുൽ മാക്കൂട്ടുവും ഹാഷ്മിയും തമ്മിലുള്ള അതിൽ വളരെ പ്രശസ്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി പറയുകയുണ്ടായി. പ്രശസ്തമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശബ്ദം കേട്ടിരിക്കേണ്ട കേട്ടോ, തുടക്കം മുതലുള്ള ശബ്ദം കേട്ടാലും തെറ്റിയിരിക്കേണ്ട എന്നതാണ് പുള്ളി അത് പറഞ്ഞത്. ചില വ്യാജമായിട്ടുള്ള പരാതികൾ തനിക്കെതിരെ ഉണ്ടാക്കി. ഇതിനു മുമ്പ് നിങ്ങൾ ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. എന്താണ് പറഞ്ഞതെന്ന്. തനിക്കെതിരെ വ്യാജമായിട്ടുള്ള പരാതികളാണ് ഉണ്ടായിരിക്കുന്നത്. അത് പറഞ്ഞതിൽ കുറച്ച് സത്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. എന്താണെന്ന് നമ്മുടെ നിയമവ്യവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു. നമ്മുടെ നിയമവ്യവസ്ഥയിലെ ആ ചടുലത, സ്പീഡ്, ഈ കാര്യത്തിലുള്ള സ്പീഡ് വളരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഒരു പരാതി ലഭിച്ചു, ആ പരാതി ലഭിച്ച ഇമെയിൽ മുഖാന്തരം കിട്ടിയ പരാതി, ആ പരാതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷനിലേക്ക് പോയി ഒരു MLA തന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. മിനിമം ഒരു 10-14 ദിവസത്തോളം അദ്ദേഹം റിമാൻഡിൽ കഴിഞ്ഞു. നമ്മളെല്ലാം കണ്ടതാണ്, നമ്മളെല്ലാം ആഘോഷിച്ചു. ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അത് കോടതി, അല്ലേ, നമ്മളൊക്കെ വിശ്വസിക്കുന്ന, നമ്മളൊക്കെ ഏറ്റവും അവസാനം എത്തുന്നൊരു സ്ഥലമാണ് കോടതി എന്ന് പറയുന്നത്, അല്ലേ. നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസമുള്ള ആ കോടതിയിൽ അത് തെളിയിക്കട്ടെ. കാരണം അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂയിലൂടെ പറയുന്നുണ്ട്, ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കട്ടെ. ആരെങ്കിലും ഇരയാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് നീതി എന്തായാലും ലഭിക്കട്ടെ. എന്നാലും ഞാൻ പറയുന്നതൊന്നുമല്ല, നിങ്ങൾ ഈ മറ്റൊരു വിഷയം കൂടെ കാണണം. എന്തൊരു ചങ്കൂറ്റമെന്ന് ആലോചിച്ച് നോക്കണം. MLAയുടെ വണ്ടിയിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ നോക്കി, ഞാൻ സൈഡിലിടുന്നു. എന്താ വരവല്ലേ. MLA ഇതാ പുറത്തിറങ്ങുന്നു. ഒരു MLAമാരും പോലും ചെയ്യാത്ത കാര്യം ആദ്യം ധൈര്യത്തോടെ പുള്ളി പുറത്തിറങ്ങി ആ വീട്ടിൽ പോകുന്നു. ഒരു വീട്ടിലേക്ക് പോകുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നു. ആ വീട്ടിൽ പോയി അവരോട് സംസാരിക്കുന്നു. ആ സമരക്കാരുടെ മുമ്പിലൂടെ നടന്നു പോകാനുണ്ടായ ആ ചങ്കൂറ്റം, തെറ്റ് ചെയ്തില്ല എന്നുള്ള വിശ്വാസമായിരിക്കും അദ്ദേഹത്തിന്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് നമ്മളാരും പറയേണ്ട കാര്യമല്ല, അതെല്ലാം കോടതിയിലിരിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരു അപ്രസക്തമാവും. കാരണം ഇപ്പോൾ ഭരിക്കുന്ന ആളുകളായാലും അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഇദ്ദേഹത്തിനെതിരെ ഈ ആക്ഷേപങ്ങളും ഇതൊക്കെ ചെയ്തവർ ചിലപ്പോൾ പ്രതികളാവാൻ സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് തേജോപദങ്ങളോ അല്ലെങ്കിൽ MLA സ്ഥാനം നഷ്ടപ്പെടുത്തുകയോ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടതാണല്ലേ. ഉമ്മൻചാണ്ടിക്ക് പറ്റിയ അവസ്ഥയിൽ പല ആളുകളെ രാഷ്ട്രീയത്തിൽ പെണ്ണുകേസിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. എന്തായാലും ഈ ജീപ്പിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ സമരക്കാരുടെ ഇടയിലൂടെ പോയ ഒരു ചങ്കൂറ്റം ഭയങ്കര തന്നെയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു MLAക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഹാഷ്മിയോട് ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ് പുള്ളി പറയുന്നത്. നിരപരാധി തെറ്റുകാരാണെങ്കിൽ അവർ തെളിവ് കാണിക്കട്ടെ, മൊബൈലിലെ തെളിവോ അല്ലെങ്കിൽ മറ്റു തെളിവുകളോ കാണിക്കട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ എന്താണ് ഇതിനകത്തൊരു ലൂപ്ഹോളെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്നിരുന്നാലും ഇദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതാണ് നമ്മുടെ, അല്ലേ, ഓരോ ഈ തെറ്റിലും അകപ്പെടുന്നവർ അല്ലെങ്കിൽ കള്ളക്കേസ് കൊടുക്കുന്നവർക്ക് നമ്മൾ TV-യിലും അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ പറയുന്ന ഒരു തെറ്റുകാരൻ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു നിരപരാധി പോലും, അല്ലേ, ഒരു തെറ്റുകാരനല്ല, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നാണ്. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. എന്തൊക്കെയല്ലേ നമ്മൾ TV-യിൽ കഴിഞ്ഞ ഒരു കാലഘട്ടം മുഴുവൻ ഇതായിരുന്നു, ഈ പുള്ളിയുടെ പുറകെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നി ഇദ്ദേഹത്തെക്കുറിച്ചൊന്ന് ചെയ്യണമെന്ന് തോന്നി.
ഇദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ഭയങ്കര ചങ്കൂറ്റം കേട്ടോ. ടി വിയുടെ മുമ്പിലൊക്കെ വന്ന് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ സംസാരിക്കുക. എൻ്റെ മാക്കൂട്ടുമേ, നിങ്ങൾ സമ്മതിക്കണം. അപ്പോൾ മറ്റു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ.